സിനിമയെ ഗൗരവത്തോടുകൂടി സമീപിക്കുന്നവർ ഒരു പാഠപുസ്തകം പോലെ നോക്കുന്ന സിനിമയാണ് ഈ ബാറ്റ്ഷിപ്പ് പൊതങ്കൻ. അത് കാണിക്കാൻ പാടില്ലെന്നാണ് ഒരു കൂട്ടം ഭ്രാന്തന്മാർ. അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്. ലോകപ്രശസ്തനായ ചാർലി ചാപ്ലിൻ എടുത്ത ഒരു സിനിമയുടെ പേര് ഇപ്പോൾ ഭ്രാന്തമായ ഈ തീരുമാനമെടുത്തവർക്ക് നല്ല വിശേഷണമായിട്ട് യോജിക്കും. ഇത് IFFK ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ഇതതിൻ്റെ 30ാമത് എഡിഷനാണ്. ഇത്തവണ തികച്ചും വിചിത്രമായ, നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു ഇടപെടൽ കേന്ദ്ര INB മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. ഇവിടെ പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കപ്പെട്ട 19 ചലച്ചിത്രങ്ങൾക്ക് പ്രദർശന അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. അതിൽ പാലസ്തീൻ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ് ചിത്രീകരിക്കുന്ന, നമ്മെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന ഉജ്ജ്വലങ്ങളായ പലസ്തീൻ ചിത്രങ്ങൾ ഏതാനുമുണ്ട്. പക്ഷേ ആധുനിക സിനിമയെക്കുറിച്ച് പ്രാഥമിക ധാരണയെങ്കിലും ഉള്ളവർക്ക് കേന്ദ്ര INB മന്ത്രാലയത്തിൻ്റെ ഈ പ്രവൃത്തി എത്രമാത്രം ഭ്രാന്തവും അധിക്ഷേപാർഹവുമാണ് എന്ന് വ്യക്തമാക്കാൻ ഒറ്റ കാര്യം വെളിപ്പെട്ടാൽ മതി. ഇത്തരത്തിൽ ഇവിടെ പ്രദർശനം അതിന് അനുമതി നൽകാതെ തടഞ്ഞു വെക്കപ്പെട്ട 19 ചിത്രങ്ങളിൽ ഒരു സിനിമയുടെ പേര് ബാറ്റിൽഷിപ്പ് പൊതംകിൻ എന്നാണ്, പടക്കപ്പൽ പൊട്ടംകിൻ. ആ സിനിമ ആധുനിക ലോക സിനിമയുടെ വ്യാകരണം എഴുതിയ അപൂർവ ചലച്ചിത്ര പ്രതിഭകളിൽ ഒരാളായ സെർഗി ഐസൻസ്റ്റൈൻ്റെ സിനിമയാണ്. ഈ വർഷം ലോകത്തെമ്പാടും ഈ ബാറ്റ്ഷിപ്പ് പൊതംകിൻ കാണിക്കുന്നുണ്ട്, പ്രദർശിപ്പിക്കുന്നുണ്ട്. എന്താ കാരണം? ബാറ്റിൽഷിപ്പ് പൊതംകിൻ നിർമ്മിച്ച് പ്രദർശനത്തിന് വന്നതിൻ്റെ 100ാം വർഷമാണിത്. 1925 ബാറ്റിൽഷിപ്പ് പൊതംകിൻ നിർമ്മിക്കപ്പെടുന്നത്. റഷ്യയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണിത്. 1905 1ാം റഷ്യൻ വിപ്ലവത്തിൻ്റെ കാലത്ത് പൊതംകിൻ എന്ന ഈ പടക്കപ്പലിലെ നാവികർ അവർ സമരരംഗത്തേക്ക് വന്നു. ആ കഥയൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് സമയമില്ല. ഞാൻ 1 ഡസനിലധികം തവണ കണ്ടിട്ടുള്ള സിനിമയാണ് ഈ ബാറ്റിൽഷിപ്പ് പൊതംകിൻ. നിശബ്ദ സിനിമയാണ്. നിശബ്ദ സിനിമ എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നില്ല, അതിനകത്ത് സംഗീതമുണ്ട്. ആളുകൾ എന്താണ് പറയുന്നത് എന്നുള്ളത് എഴുതി കാണിക്കും, അതിന് സബ് ടൈറ്റിലുണ്ട്. ഈ 1905 റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാഗമായി നടന്ന യഥാർത്ഥ സംഭവത്തെ ചിത്രീകരിക്കാൻ അതിൻ്റെ 20ാം വാർഷിക വേളയിൽ, 1925 എന്ന് പറയുന്നത് 20ാം വാർഷിക വേളയാണ്. അപ്പം ഈ സിനിമ കാണിക്കണം, ഈ സിനിമ നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ടത് വ്ളാഡിമിർ ലെനിനാണ്. വ്ളാഡിമിർ ലെനിൻ ഈ സിനിമ നിർമ്മിക്കണമെന്ന് ഐസൻസ്റ്റൈനോട് ആവശ്യപ്പെട്ട് അങ്ങനെ നിർമ്മിക്കപ്പെട്ട സിനിമ. പക്ഷേ പ്രദർശനത്തിനെത്തുമ്പോൾ ലെനിൻ ജീവിച്ചിരിപ്പില്ല. 1924 ലെനിൻ മരിച്ചുപോയി. അപ്പോൾ ലെനിൻ്റെ മരണത്തെ തൊട്ടടുത്ത വർഷം 1925 ഈ സിനിമ പ്രദർശിപ്പിക്കപ്പെട്ടത്. സിനിമയെ ഗൗരവത്തോടുകൂടി സമീപിക്കുന്നവർ ഒരു പാഠപുസ്തകം പോലെ നോക്കുന്ന സിനിമയാണ് ഈ ബാറ്റ്ഷിപ്പ് പൊതങ്കൻ. അത് കാണിക്കാൻ പാടില്ലെന്നാണ് ഒരു കൂട്ടം ഭ്രാന്തന്മാർ. അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്. ആ തീരുമാനമെടുത്ത ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന INB മിനിസ്ട്രിയിലെ ആളുകൾ ആരാണോ ആ തീരുമാനമെടുത്തത്, ആർക്ക് വേണ്ടിയാണോ ആ തീരുമാനമെടുത്തത്, അവരെ ഭ്രാന്തന്മാർ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്, അവരെ യഥാർത്ഥത്തിൽ വിശേഷിപ്പിക്കേണ്ട വാക്ക് ഉപയോഗിക്കുന്നത് എൻ്റെ സംസ്കാരത്തിന് യോജിക്കാത്തതുകൊണ്ടാണ്. ഭ്രാന്തന്മാരെന്നേ ഞാൻ വിളിക്കുന്നത്. ബാക്കി സിനിമകളും ഞാൻ നോക്കുന്നു. അവർ ഓഫ് ഫർണേസസ് പ്രശസ്തമായ ലാറ്റിൻ അമേരിക്കൻ ചലച്ചിത്രകാരൻ്റെ സിനിമയാണ്. അങ്ങനെയുള്ള ഈ ചലച്ചിത്രോത്സവത്തിൽ ആസ്വാദകരെ ത്രസിപ്പിക്കേണ്ട സിനിമകളാണ്. ബാറ്റ്ഷിപ്പ് പൊതങ്കിനാകട്ടെ ആ സിനിമ ഇറങ്ങിയതിൻ്റെ 100ാം വർഷമാണിത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തിയ സിനിമയാണ്. ഇവിടെ മുമ്പ് പ്രദർശിപ്പിക്കപ്പെട്ട സിനിമകളുടെ എല്ലാം പോസ്റ്ററുകളെല്ലാം ഉള്ളിലുണ്ട്. അത് ഞാൻ നടന്ന് കാണുകയായിരുന്നു. ക്ലാസിക്കുകളാണ്. അതിലൊരു സിനിമയുടെ പേര്, ലോകപ്രശസ്തനായ ചാർലി ചാപ്ലിൻ എടുത്ത ഒരു സിനിമയുടെ പേര് ഇപ്പോൾ ഭ്രാന്തമായ ഈ തീരുമാനമെടുത്തവർക്ക് നല്ല വിശേഷണമായിട്ട് യോജിക്കും. അത് ഞാൻ ക്വിസായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത് ഏതാണ് ആ പേരെന്ന്? ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. അപ്പോൾ നമ്മുടെ രാജ്യം എത്ര അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവവികാസമാണിത്. ഇതിനെ ചലച്ചിത്ര ആസ്വാദകരെല്ലാം സാധ്യമായ എത്ര ശക്തമായ ഭാഷയിൽ അപലപിക്കണം. നമ്മുടെ രാജ്യം വളരെ അപകടകരമായ അമിതാധികാര പ്രവണതകൾ മാത്രമല്ല, നവഫാസിസ്റ്റ് പ്രവണതകളിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീക്കങ്ങൾ ഉണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ദുഃഖകരമായ, അപലപിക്കപ്പെടേണ്ട സംഭവവികാസമാണ്. ഈ ചലച്ചിത്രമേളയെ തന്നെ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഇത്
ഭരണഘടനാദത്തമായ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം കൂടിയാണ്. ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ പോലും മോഡിയും അമിത്ഷായും കൂടെ ചേർന്ന് അനുവദിക്കുകയില്ല. ക്ഷമിക്കണം, ഒരാളുടെ പേര് വിട്ടുപോയി, മോഹൻ ഭഗത്, RSSൻ്റെ ചീഫ്. ഇവർ ഒരു സാംസ്കാരിക ജീവിതം ഇന്ത്യയിലെ ജനങ്ങൾക്ക് നിഷേധിക്കുകയാണ്. ഇതിനെതിരായിട്ട് ശക്തമായി പ്രതിഷേധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.